വെൽക്കം ടു മാർക്കറ്റ് ജേണൽ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സിമ്പിളായ എന്നാൽ നമ്മുടെ സാമ്പത്തിക ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണോ? സത്യം പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. പക്ഷേ ഫിനാൻഷ്യൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ അവഗണിക്കാൻ സാധിക്കില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ ലോകത്ത് സാലറി മാത്രം ആശ്രയിച്ച് നമ്മളെങ്ങനെയാണ് ഒരു വെൽത്ത് ഈസിയായി ബിൽഡ് ചെയ്യാൻ സാധിക്കുക? നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്. എന്നാൽ പണം നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാലോ? അതിനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. അതിലേക്കുള്ള പവർഫുൾ ടൂളാണ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്? ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ടാറ്റയുടെ ഉപ്പ്, അതേപോലെ റിലയൻസിൻ്റെ സിമ്മായ ജിയോ, ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ഈ കമ്പനികളുടെ എല്ലാം പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആ കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതവും നമുക്ക് കിട്ടിയാലോ? അത് സാധ്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വഴി നമുക്കും ഈ കമ്പനികളുടെ ഒരു ഭാഗമാകാൻ സാധിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഒരു കമ്പനി പബ്ലിക്കിലേക്ക് ഷെയറുകൾ നൽകിയാൽ ആ കമ്പനിയുടെ ചെറിയൊരു ഓണർഷിപ്പ് നമുക്ക് വാങ്ങാൻ സാധിക്കും. കമ്പനിയുടെ വളർച്ചയും അതിൻ്റെ ലാഭം, ആ ഷെയറിൻ്റെ ഡിമാൻഡ്, സപ്ലൈ എന്നിവയെ അടിസ്ഥാനമാക്കി ഈ ഷെയറിൻ്റെ വിലയിൽ ദിവസേന ഉയർച്ചയും താഴ്ചയും സംഭവിക്കുന്നു. ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുമ്പോൾ നിങ്ങളും ആ കമ്പനിയുടെ ഒരു ചെറിയ ഉടമസ്ഥനായി മാറുകയാണ്. ഇന്ത്യയിലെ പ്രധാന എക്സ്ചേഞ്ചുകളായ NSEയും BSEയും വഴി വളരെ സുരക്ഷിതമായി നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ പണമുണ്ടാക്കാം. ഒന്ന് ക്യാപിറ്റൽ അപ്രീസിയേഷനാണ്. നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയ ഷെയർ കമ്പനി വളരുന്നതിനനുസരിച്ച് 150 രൂപയോ 200 രൂപയോ ആയി വില കൂടുമ്പോൾ നമുക്ക് ആ ഷെയർ വിറ്റ് ലാഭം ഉണ്ടാക്കാം. രണ്ടാമത് ഡിവിഡൻ്റാണ്. കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം പണമായി തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. ഇതിനെയാണ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ആദ്യ കാരണം ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പമാണ്. ഇൻഫ്ലേഷൻ എന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായി വരുന്നതാണ്. ഒരു വർഷം മുമ്പ് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നു. ഇത് ഇൻഫ്ലേഷൻ കാരണമാണ്. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറയുകയാണ്. അതായത് നമ്മൾ സെയിം എമൗണ്ട് മണി ഉപയോഗിച്ച് വാങ്ങിയിരുന്ന സാധനങ്ങളുടെ അളവ് കുറയുന്നു. അതിനാൽ മണി ജസ്റ്റ് സേവ് ചെയ്താൽ മാത്രം മതിയാകില്ല. മണിയെ ഗ്രോ ചെയ്യാൻ ഇൻവെസ്റ്റിംഗ് അത്യാവശ്യമാണ്. ബാങ്കുകൾ നൽകുന്ന 3 അല്ലെങ്കിൽ 4% പലിശ കൊണ്ട് നമുക്ക് പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. അതിന് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള ഹൈ റിട്ടേൺ പ്ലാറ്റ്ഫോമുകൾ അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ ശരാശരി പണപ്പെരുപ്പം 6%. നിങ്ങൾ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ തരുന്നതോ വെറും 3 മുതൽ 4%. എന്നാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചരിത്രം നോക്കിയാൽ ലോങ് ടേമിൽ 12 മുതൽ 15% വരെ റിട്ടേൺ തരാറുണ്ട്. പണപ്പെരുപ്പത്തെ മറികടന്ന് യഥാർത്ഥ ലാഭമുണ്ടാക്കാൻ ഇത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാരണം പവർ ഓഫ് കോമ്പൗണ്ടിംഗ് ആണ്. ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്നാണ് ഐൻസ്റ്റീൻ ഇതിനെ വിളിച്ചത്. നിങ്ങൾ ചെറിയ തുകയാണെങ്കിൽ പോലും കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്താൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് വലിയൊരു സമ്പത്തായി മാറും. സമയം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു മേജിക്കാണിത്. മൂന്നാമത്തെ കാരണം നമ്മളൊരു ബിസിനസ്സിൻ്റെ പാർട്ണറാവുകയാണ്, കൂടാതെ നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗവും. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. വരും വർഷങ്ങളിൽ നമ്മുടെ കമ്പനികളായ ടാറ്റ, റിലയൻസ്, HDFC, ഏഷ്യൻ പെയിൻറ്റ്സ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഇനിയും വളരും. നിങ്ങളുടെ ഈ വളർച്ചയിൽ നിന്ന് നമുക്കും ലാഭവിഹിതം ലഭിക്കും. കമ്പനി വളരുമ്പോൾ നമ്മുടെ പണവും വളരുന്നു. പലർക്കും പേടിയാണ് പൈസ നഷ്ടപ്പെടുമോ എന്നത്. എന്നാൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് സെബിയാണ്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ ബാങ്കുകളെ RBI നിയന്ത്രിക്കുന്നത് പോലത്തെ സുരക്ഷിതമായ ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിക്ഷേപം എന്നത് സമ്പന്നർക്ക് മാത്രമുള്ളതല്ല, സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ്. ഒരു ചെറിയ തുകയിൽ നിന്ന് ഇന്ന് തന്നെ തുടങ്ങൂ. ഇതിനെ ഒരു ചൂതാട്ടമായാണ് കാണുന്നത്. അറിവില്ലാതെ ചെയ്യുന്നത് അപകടകരമാണ്. എന്നാൽ കൃത്യമായി പഠിച്ച് നല്ല മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും ബ്ലൂ ചിപ്പ് കമ്പനികളിലൂടെയും തുടങ്ങുന്നത് റിസ്ക് കുറയ്ക്കുന്നു. ഒറ്റയടിക്ക് വലിയ തുകയിടാതെ SIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നിക്ഷേപിക്കുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.